അപ്പോൾ ഇന്നത്തെ അതിഥിയെക്കുറിച്ച് ഒരു ചെറിയ ബയോ നമുക്ക് ആദ്യം കേൾക്കാം. തികച്ചും ആദരണീയനായ ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ കേരള മൃഗസംരക്ഷണ വകുപ്പിലെ ജൂനിയർ സൂപ്രണ്ട് പദവി അലങ്കരിക്കുമ്പോൾ തന്നെ പ്രകൃതി സംരക്ഷണത്തിനും സാഹസികതയ്ക്കുമായി തന്റെ ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണ് പാലക്കാട് കൊഴിഞ്ഞമ്പാറ സ്വദേശിയായ ശ്രീ നാരായണ നമ്പൂതിരിയു അവർകൾ. 1995 ട്രെക്കിങ്ങിലൂടെ വനമേഖലകളിലേക്ക് കടന്നു ചെന്ന അദ്ദേഹം പിന്നീട് വന സർവേകളിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായി മാറി. കാടിനെ പ്രാണനായി സ്നേഹിച്ച അദ്ദേഹം 2016 സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഒപ്പം നിർത്തി ഒരു പരിസ്ഥിതി സംരക്ഷണ സംഘടനയ്ക്ക് രൂപം നൽകുകയും ഇന്ന് അത് വിജയകരമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ഒരു മികച്ച പർവ്വതാരോഹകൻ കൂടിയായ അദ്ദേഹം ഹിമാലയത്തിലെ 21,000 അടി ഉയരമുള്ള സ്റ്റോക്ക് കാൻഗ്രി ഉൾപ്പെടെ 12ഓളം പ്രമുഖ കൊടുമുടികൾ കീഴടക്കി മലയാളികൾക്ക് അഭിമാനമായി മാറിയ വ്യക്തിയാണ്. 7,000 മീറ്ററിലേറെ ഉയരമുള്ള കൊടുമുടികൾ ലക്ഷ്യമിട്ട് തന്റെ പ്രയാണം തുടരുന്ന പ്രിയ ശ്രീ നാരായണ സ്വാമി സാറിനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സെഷൻ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ടുള്ള ശ്രീ നാരായണ സ്വാമി സാറിനെ കൈമാറുകയാണ്. വെൽക്കം സർ. നമസ്കാരം, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓഡിബിൾ ആണ് സർ. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ചെറിയൊരു തിരുത്തുണ്ട്, അതെന്നെ ആദ്യം പറഞ്ഞു തുടങ്ങട്ടെ. നാരായണ സ്വാമി എന്നാണ് പേര്. എന്തായാലും ആദ്യം ഞാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇതുപോലുള്ള സെക്ഷൻസിലൂടെ പ്രകൃതിയുമായിട്ട് ജനങ്ങളെ കോർത്തിണക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം എൻവയോൺമെൻ്റൽ ആൻഡ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷൻ്റെ സാരഥികളോടും പ്രിയ സുഹൃത്ത് ജാബിറിനോടും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി കടപ്പാടും അറിയുകയാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണം എന്നുള്ളത് വെറും ദിനങ്ങളിൽ മാത്രം ഒതുങ്ങി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെക്കുറിച്ച് അറിയാനും അതിനുവേണ്ടി സമയം മാറ്റി വെക്കാനും ചെലവഴിച്ച ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും ഞാൻ എൻ്റെ പേരിലും എൻസിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഞാൻ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൽ തന്നെ പറയട്ടെ, ഇതൊരു ക്ലാസ് അല്ല. കാരണം അറിവ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇന്ന് എല്ലാവർക്കും കിട്ടാനും വിരൽ തുമ്പിലുണ്ടെന്ന് തന്നെ പറയാം. എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് അറിവിനല്ല പ്രാധാന്യം, ഈ അറിവ് ഉപയോഗിച്ച് നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളാണ് ഇന്ന് പലർക്കും കുറവുള്ളതും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ കുറവുള്ളതും ഞാൻ മനസ്സിലാക്കും. അപ്പോൾ ഞങ്ങൾ NGI തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതെങ്ങനെയാണ് ഞങ്ങൾ പ്രകൃതി സംരക്ഷണത്തിനെ നോക്കിക്കണ്ടത്, അല്ലെങ്കിൽ അതിലൂടെ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്ന മേഖലകളിൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ അവസരത്തിൽ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കൂടെ മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കുന്നത്. ആദ്യം ഞാൻ എൻ്റെ സംഘടന NGI കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രോ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് NGI എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. സത്യത്തില് കമൽഹാസൻ പറഞ്ഞൊരു വാക്കാണ്, ഏൻ പെറ്റാൽ താൻ പിള്ളയാ. നമ്മൾ അറിയുമെന്നറിയില്ല എല്ലാവർക്കും, എങ്കിലും പറയട്ടെ. പ്രസവിച്ചാൽ മാത്രമാണോ മക്കളാവുന്നത്? അതൊരു ചോദ്യമായിരുന്നു. ഇന്ന് കാലത്ത് വർഷത്തിലൊരിക്കലും മാത്രം, ചില ദിവസങ്ങളിൽ മാത്രം, അതായത് വനദിനം, പരിസ്ഥിതി ദിനം തുടങ്ങിയ ദിവസങ്ങളിലും മാത്രം പ്രകൃതിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നതായി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ 2016 സമയത്ത്
അങ്ങനെയല്ല പ്രകൃതിയെ സ്നേഹിക്കേണ്ടത്. അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം എന്നുള്ളത് ഒരു ജീവിതചര്യ തന്നെയാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലെ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പറ്റം മനുഷ്യര് കൂടിച്ചേർന്ന് തുടങ്ങിയതാണ് ഈ NGA എന്ന് പറയുന്ന സംഘടന. ആദ്യം 2016 ഞാൻ ഇത് തുടങ്ങുന്നത്. തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഗ്രീനറി ഗാർഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. അന്ന് തുടക്കം വെക്കാൻ കാരണം, ഞങ്ങൾ നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഒരു സ്ഥലം ഞങ്ങളെ സംബന്ധിച്ചൊരു നിത്യേന പോയി വരുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ കണ്ട പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ ആ ഒരു മനോവിഷമമാണ് ഞങ്ങളെ ഇങ്ങനൊരു ചിന്തയിലേക്ക്, ഇങ്ങനൊരു സംഘടനയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാനായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ തുടങ്ങി. ഞാനും എൻ്റെ അമ്മാവൻ ശ്രീ ജയപാലൻ എന്ന് പറയുന്ന അമ്മാവൻ മരണപ്പെട്ടു. അമ്മാവനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളായിരുന്നു ഒന്ന് തുടക്കം വെച്ചത്. അത് ആദ്യ ക്ലീനിങ്ങിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അപ്രീസിയേഷൻ, മനുഷ്യരങ്ങനെയാണല്ലോ, നമുക്ക് നല്ല വാക്കുകളും അപ്രീസിയേഷനും നമ്മളെ കൂടുതൽ ഉയർത്തും, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കും, പ്രവർത്തിപ്പിക്കും. അങ്ങനെ ഞങ്ങളും ആദ്യ പ്രവർത്തനത്തിൽ കിട്ടിയ ആ ഊർജം വെച്ചുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ നിത്യേന എല്ലാ മാസവും നമ്മൾ പ്ലാസ്റ്റിക് ക്ലീനിങ് ക്യാമ്പുകൾ നെല്ലിയാമ്പതിയിൽ ചെയ്തു തുടങ്ങി. 150-200 ചാക്കുകളോളമാണ് ഓരോ മാസവും നമ്മൾ അവിടെ നിന്ന് എടുത്തു തുടങ്ങിയിരുന്നത്. അത് അപ്പോഴും നമ്മൾ കൃത്യമായ രീതിയിൽ അത് സംസ്കരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഈ നിത്യേന ക്യാമ്പുകൾ നടത്തുന്നതോടുകൂടി ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുമായി ഒട്ടനവധി ഒരേ മനസ്സുള്ള സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേരുകയും അത് വലിയ വലിയ ക്യാമ്പയിനുകളായിട്ട് 100-200 പേര് പങ്കെടുക്കുന്ന ക്യാമ്പയിനുകളായിട്ട് മാറുകയൊക്കെ ചെയ്തു. ഇതെല്ലാം തന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ഊർജ്ജമാണ് നമ്മളിലേക്ക് എത്തിച്ചത്. നമ്മളൊരു എന്താ പറയുക, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ വലിയൊരു കാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് പിന്നീട് കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്യാമ്പയിനുകൾ നമ്മൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് നമ്മൾ NSS യൂണിറ്റ്, NCC യൂണിറ്റുകൾ തുടങ്ങിയ യൂണിറ്റുകൾക്ക് ഫ്രീ ആയിട്ട് നെല്ലിയാമ്പതി ബേസ് ചെയ്ത് നമ്മൾ ക്യാമ്പയിനുകൾ ചെയ്തു തുടങ്ങി. അതോടൊപ്പം തന്നെയാണ് നമ്മൾ കാട്ടുതീ എന്നുള്ള പ്രവർത്തനം. അത് നമുക്കറിയാം, ഈ കാട്ടുതീ ഉണ്ടാവുന്ന സമയത്ത് കേരളത്തില് അങ്ങോളം ഇങ്ങോളം പല ഭാഗങ്ങളിലായിട്ട് കാട് കത്തുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ആ സമയങ്ങളെല്ലാം. ഇപ്പൊ അതിന് വളരെ കുറവുണ്ടായിട്ടുണ്ട്, വളരെ സന്തോഷം. അപ്പൊ ആ സമയത്ത് ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല മനസ്സുകൾ ഇതിന് പ്രവർത്തന സജ്ജമായിട്ട് മുന്നോട്ട് വരുമെങ്കിലും ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സംഘടന ഇല്ലാത്തൊരു അവസരം ഉണ്ടായി. അങ്ങനെ അന്ന് NGA ഇതിന് മുന്നോട്ടിറങ്ങുകയും കേരളത്തിൽ വലിയൊരു എന്താ പറയുക വളണ്ടിയർ ഗ്രൂപ്പ് ഫോം ചെയ്ത് എവിടെ കാട്ടുതീ ഉണ്ടെങ്കിലും അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ളൊരു സാധ്യത നമ്മൾ ഉണ്ടാക്കി പ്രവർത്തിച്ചു വന്നു. അങ്ങനെ കാട്ടുതീക്കുള്ള പ്രിവെൻഷൻ മെത്തേഡുകളിലും അതിന് കാട്ടുതീ ഉണ്ടാകുന്ന സമയത്തുള്ള വളണ്ടിയർ പ്രവർത്തനങ്ങളിലും ബോധവൽക്കരണ പരിപാടികളിലും NGA നിറസാന്നിധ്യമായിട്ട് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു 2018 നമ്മൾ പുതിയൊരു വിഷയം മനസ്സിലാകുന്നത്. അത് നമ്മളെ അധിനിവേശ സസ്യങ്ങളാണ്. അന്ന് പ്രഭു സാർ, എനിക്ക് തോന്നുന്നു വൈൽഡ് ലൈഫ് വാർഡനാണ്, പുള്ളിയാണ് ഇത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. പീച്ചി വനമേഖലയിൽ അല്ലെങ്കിൽ പീച്ചി വനമേഖലയിലുള്ള ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് സാൻഡിയം സ്ട്രൊമാരിയം എന്ന് പറയുന്ന ഒരു അധിനിവേശ സസ്യം അത് വളരെ വ്യാപകമായി കാട്ടിലെ ഒരു എക്കോസിസ്റ്റം തന്നെ തകർക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ നമ്മളതിനെ അതിൽ പങ്കാളികളായി പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുകയും നമ്മൾ അധിനിവേശ സസ്യങ്ങളുടെ പ്രവർത്തനമായിട്ട് ഇന്ന് വളരെ സജീവമായിട്ട് കേരളത്തിൽ തന്നെ എടുത്തു പറയാവുന്ന രീതിയിൽ ഈ ഒരു മേഖലയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ബാക്കി എന്താ പറയാ, ഈ ഉന്നതികളിലെ ട്രൈബൽ വില്ലേജുകളിലുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടി, അതുപോലെ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എന്താ പറയാ, കേരളവർമ്മ കോളേജിന്റെ ക്യാമ്പസ് തന്നെ ഫ്രീ സീറോ പ്ലാസ്റ്റിക് ക്യാമ്പസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. അതോടൊപ്പം ടൂറിസം മേഖലയിൽ വരുന്ന വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുമായി ചേർന്നുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ കുറേ വിഷയങ്ങളിലേക്ക് NGAയുടെ പ്രവർത്തനങ്ങൾ ഇന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തിരുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവുക.
അതിൽ എടുത്തു പറയപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് യമത്തട്ടപ്പാടി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അട്ടപ്പാടിയിലെ 10ാം വളവിൽ പണ്ട് വളരെ എന്താ പറയുക, മോശമായ രീതിയിൽ ജനങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ഇട്ട് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും നമ്മളും അതുപോലെ തന്നെ ഒരു മലബാർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയും ചേർന്നുകൊണ്ട് വളരെ നല്ല ബിനു എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത്, വലിയ ഒരു അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് പുള്ളി. അതിനെ അട്ടപ്പാടിയുടെ പ്രാചീനമായിട്ടുള്ള കലാരൂപങ്ങളും നമ്മുടെ സൈലന്റ് വാലിയുടെ പ്രത്യേകതകളും കൊത്തിവെച്ചുകൊണ്ട് അവിടെ വരച്ചുകൊണ്ട് അതിനെ ഇന്ന് വളരെ വലിയൊരു സെൽഫി പോയിന്റായി മാറ്റിയിരിക്കുകയാണ്. അതിന്ന് കേരളത്തിൽ തന്നെ ഒരു മാതൃകയായ ഒരു പ്രവർത്തനമായിരുന്നു അത്. അതിപ്പോൾ ഇന്നും എല്ലാ ഭാഗങ്ങളിലും, ഇപ്പൊ ഈ ചുരം മാത്രമല്ല ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഇത് പ്രവർത്തനം, ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ വരാനായിട്ട് കേരള ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറെ പ്രവർത്തനങ്ങളുമായി നമ്മൾ NGI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു സെക്കൻഡ്, ഇതൊന്ന് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സാങ്കേതികമായ കാര്യങ്ങളിൽ വളരെ ജനത്തിൽ പിന്നോക്കമാണ്. അതുകൊണ്ട് ദയവേദം ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, നമ്മൾ ഈ കുറെ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിലും ഒരു 3 വിഷയങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനായിട്ടും ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അധിനിവേശ സസ്യങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അതിനെ നിർമ്മാർജ്ജനം ചെയ്യലും ആ റീസ്റ്റോറേഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ ആദ്യം പറയാൻ വരുന്നത്. അതിൽ 2-3 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു. അതിലൊന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞ ഡാമുകളിലുള്ള ഒരു അധിനിവേശ സസ്യം. അധിനിവേശം എന്ന് പറയുമ്പോൾ ഇന്ന് എടുത്തു പറയുകയാണെങ്കിൽ 100 ചില്ലാനായിട്ട് സസ്യങ്ങൾ തന്നെ നമുക്ക് അധിനിവേശ സസ്യങ്ങൾ എടുത്തു പറയാൻ പറ്റുമായിരുന്നു. അതിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തൊട്ടാവാടി ഉൾപ്പെടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച ഉൾപ്പെടെ, ലൻഡാന, അരിപ്പൂ, ലൻഡാന ഉൾപ്പെടെ, പൊന്ന ഉൾപ്പെടെ എല്ലാം അധിനിവേശങ്ങൾ തന്നെയാണ്. പക്ഷേ അധിനിവേശങ്ങൾ എന്ന് പറയുമ്പോഴും എല്ലാം നമുക്ക് ഈ ഭൂമിക്കൊരു ഹാനികരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലെടുത്തു പറയേണ്ടത് വെച്ചാൽ നമ്മൾ നോക്കൂ, അതായത് മുള്ളു വരുന്ന ലൻഡാനയാണ് പ്രശ്നമുള്ളൊരു ലൻഡാന. എല്ലാ ലൻഡാനയിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ മുള്ളു വരുന്നതാണ് പ്രശ്നമുള്ളൊരു ലൻഡാന. അതുപോലെ ഇപ്പോൾ പ്ലാവായിക്കോട്ടെ, കശുമാവായിക്കോട്ടെ, പുറത്തുനിന്ന് വന്ന സസ്യങ്ങളാണെങ്കിൽ പോലും വ്യാപനം കൂടുന്നതും മറ്റു സസ്യങ്ങളെ വളരാൻ അനുവദിക്കാത്തതുമായ അധിനിവേശങ്ങളാണ് നമുക്കിന്ന് ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന അധിനിവേശം. അതിൽ ടോപ്പ് എൻഡ് എന്ന് പറയപ്പെടുന്ന ഒരു സസ്യമാണ് സാൻഡിയം സ്ട്രൊമാരിയം, അല്ലെങ്കിൽ സാൻഡിയം ഇൻഡിക്ക എന്ന് പറയുന്നത്. അതാണ് ഇന്ന് ഡാമുകളിൽ വളരെ സജീവമായിട്ട് നമ്മളിന്ന് കണ്ടുവരുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാടിൻ്റെ ഡാമുകളിൽ ഇത് കണ്ടുവരുന്നു. ശ്രീലങ്കയിലാണ് ഇത് കൂടുതലായിട്ട് വ്യാപിക്കുകയും അവിടെ ജനങ്ങൾക്കും അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കും പ്രശ്നമായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെയായിരുന്നു ആദ്യം. അവർ അഗോഡ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലൂടെ ഇതിനെ വളരെ എന്താ പറയുക, ഒരു 5 വർഷത്തെ പ്രയത്നത്തിലൂടെയാണ് അവർ ഇത് തിരിച്ചു പിടിച്ചത്. ഇത് മനസ്സിലാകുന്നതും ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നതും ചിമ്മിനിയിൽ വെച്ച് നടന്ന ക്ലാസ്സിലൂടെയാണ്. ഞാൻ പിന്നെ ഇതിന്റെ ബാക്കിലേക്ക് പോവുകയും മലമ്പുഴയിൽ യാദൃശ്ചികമായിട്ട് ഞാൻ ഇതിനെ കാണാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ മലമ്പുഴ എൻ്റെ നാടാണ്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു വികാരം കൂടി വന്നു, എനിക്കത് ഉടനെ അതിലെന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ ഒഫീഷ്യലി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഈ ചെടിയെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്കെല്ലാവരും കണ്ടാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാനിപ്പം കുറച്ച് കഴിഞ്ഞാൽ അതിൽ കാണിക്കാം. ആദ്യം ഇതൊരു മുൾച്ചെടി പോലത്തെ ഒരു സസ്യമാണ് ഇത്. ആ സസ്യം, ആ മുൾക്കായയാണ് ഇതിൻ്റെ ഏറ്റവും വിഷവത്തായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ കായ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ കായയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടാവസ്ഥ. അത് എത്ര വർഷം മണ്ണിൽ കിടന്നാലും തീ ഉണ്ടായാലും കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് ഇത് വീണ്ടും മുളച്ചു പൊങ്ങും. മുളച്ചു പൊങ്ങുക എന്ന് പറയുമ്പോൾ ഇത് മുളയ്ക്കുന്ന ഭാഗത്ത് ഒരു പുൽ നാമ്പ് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്
സത്യാവസ്ഥ. അപ്പോൾ ഈ നമുക്കറിയാം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റേ വന്യമൃഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശീയമായ നമ്മുടെ പശുക്കൾക്കും മറ്റുമൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പുൽമേടുകൾ അത് പൂർണ്ണമായി ഇത് കയ്യേറുകയും നമ്മുടെ വാട്ടർ സ്ട്രീമിന്റെ രണ്ട് ഭാഗവും ഇത് കൈയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഈ കായ ഉണ്ടാവുന്നതിന് മുന്ന് ഇതിനെ പിഴുതുമാറ്റുക അല്ലെങ്കിൽ പറിച്ചു മാറ്റുക ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത ജനറേഷൻ ഇനി ഇതിന്റെ ഒരു തലമുറയെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം മലമ്പുഴയിൽ ഇങ്ങനൊരു പ്രവർത്തനം ചെയ്തു. നമ്മുടെ പാലക്കാടുള്ള കോളേജ് സ്റ്റുഡൻസിനെയും നല്ല മനസ്സിലായിട്ടുള്ള കുറേ സുഹൃത്തുക്കളെയൊക്കെ വെച്ചുകൊണ്ട് നിത്യേന വൈകുന്നേരങ്ങളിൽ ഒരു 10 ദിവസത്തിന്റെ ക്യാമ്പാണ് നമ്മൾ അവിടെ ചെയ്തത്. അപ്പോൾ ആ ചെയ്തതോടുകൂടി തന്നെ ഒരു ഏരിയ, വലിയൊരു ഏരിയ നമുക്ക് ഇത് എടുത്തു മാറ്റാനായി കഴിഞ്ഞു. അത് ഈ കായ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എടുത്തു മാറ്റുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഈ വർഷം ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ വെള്ളം ഇറങ്ങുന്ന സമയത്താണിത് നമുക്ക് കാണാൻ കഴിയുക. അത് ഏകദേശം ഒരു ഫെബ്രുവരിയോടുകൂടി. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ചെയ്തിരുന്ന ഭാഗത്ത് ഇതിന്റെ വ്യാപനം വളരെ കുറവും, ചെയ്യാത്ത ഭാഗത്ത് അതികഠിനമായി കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാളും ഡബിൾ ഇരട്ടിയിൽ വളർന്ന് നമ്മുടെ അത്രത്തോളം പൊക്കത്തോളം എത്താവുന്ന ഒരു ചെടിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. അതിനകത്ത് ഈ പശുക്കൾക്ക് എങ്ങനെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ചെടിക്കകത്ത് ഒരു പാരസൈറ്റ് പോലെ ഒരു മഞ്ഞ വള്ളിപ്പടപ്പ് ഉണ്ടാകുന്നുണ്ട്. അത് അത്യാവശ്യം മധുരത്വവും ചവർപ്പുള്ള ഒരു സാധനമാണ്. ഇത് പശുക്കള് വളരെ എന്താ പറയുക ഇഷ്ടപ്പെട്ട് ഭക്ഷിക്കുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ ഇതിന്റെ കായം കൂടെ ഉള്ളിൽ ചെന്നാണ് സത്യത്തില് ഇത് പശുക്കളുടെ ഒരു മരണത്തിന്റെ ഇടയുണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതിന്റെ കായ ഒരു മുൾക്കായാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് വെള്ളത്തിലൂടെ സഞ്ചരിച്ച് ഇറിഗേഷനിലൂടെ സഞ്ചരിച്ച് ഇന്ന് പാലക്കാടുള്ള പാടശേഖരങ്ങളിലെല്ലാം ഇതിന്റെ വ്യാപനം നടന്നിട്ടുണ്ട്. സോ പാടശേഖരങ്ങളിലെല്ലാം ഇത് മുളച്ചു പൊങ്ങി തുടങ്ങിയിരിക്കുന്നു നടക്കും. അതേപോലെ തന്നെയാണ് കനാൽ ബണ്ടുകളിൽ. അതോടൊപ്പം തിരിച്ച് നമുക്ക് നോക്കുമ്പോൾ വന്യമൃഗങ്ങളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചുകൊണ്ട് ഇത് പുൽമേടുകളിലും ഇന്ന് വ്യാപിച്ചു തുടങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിന്റെ പഠനവുമായിട്ട് ഞങ്ങൾ പിന്നിലേക്ക് പോയപ്പോൾ ഇത് മനുഷ്യനിൽ ബാധിച്ചതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടുകയുണ്ടായി. ബംഗ്ലാദേശില് 2012-13 ഉണ്ടായൊരു സംഭവം. അവിടെ ഫ്ലഡോ മറ്റോ ഉണ്ടായി, വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ പട്ടിണി പാവങ്ങളായപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇതൊരു ചീരയാണെന്ന് കരുതി, ഭക്ഷിക്കാനുള്ള ഒരു ചീരയാണെന്ന് കരുതി ഇതിന്റെ യങ്ങർ സ്റ്റേജിൽ തന്നെ ഇതിനെ എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചിരുന്നു ഒരു വിഭാഗം. അതില് 19 പേര് മരണപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ ചെടിയില്, വേരില്, കായില് എല്ലാം തന്നെ വളരെ വലിയൊരു വിഷം, അത് നമ്മുടെ കിഡ്നിയെയും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനെയും ബാധിക്കുന്ന ഒരു ടോക്സിസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇത് മീനുകളിൽ പരീക്ഷ നടത്തിയതിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുകയുണ്ടായി. അതിൽ നോക്കിയപ്പോൾ ഡാമുകളിലെ മീനുകൾ ഇതിന്റെ കായ ഇല്ലെങ്കിൽ ഇത് ചെടി മൊത്തം അളിഞ്ഞു പോകുമ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ടും ഇല്ലെങ്കിൽ ഈ കായയുടെ കഴിക്കുന്നത് കൊണ്ടും തന്നെ മീനുകളിലും ഇതിന്റെ ഒരു അവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇത് മനുഷ്യന് മാത്രമല്ല പൊതുവിൽ ഒരു എക്കോസിസ്റ്റത്തിനെ പൂർണ്ണമായും ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ അത് വളരെ സജീവമായിട്ട് വലിയൊരു ഏരിയ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇനി ഇതിൻ്റെതായ ബാക്കപ്പ് വർക്കുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിന്റെ കനാൽ ബണ്ടുകളിൽ എങ്ങനെയൊക്കെയാണ് വ്യാപനങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ പാടശേഖരങ്ങളിൽ എങ്ങനെയാണ് വ്യാപനങ്ങൾ നടക്കുന്നത്, കാടിനകത്തുള്ള വ്യാപനം, ഇതെല്ലാം നമ്മൾ റിപ്പോർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തോടു കൂടി നമ്മളിത് കളക്ടർ മുഖേന്ദ്രം തന്നെ ഇതിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഇനിയും വ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡാമിനകത്ത് ഇത് വ്യാപിച്ചു നിൽക്കുന്നതിന്റെ വ്യാപ്തി കുറവായത് കൊണ്ടാണ് ഇത് മനുഷ്യനിലേക്ക്, ഈ വെള്ളം കുടിക്കുന്ന മനുഷ്യനിലേക്ക് അതിന്റെ ടോക്സിസിറ്റി അറിയാതെ പോകുന്നത്. ഇതിന്റെയും ഇനി അടുത്ത ഒരു 5 വർഷം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മളുടെ ഡാമുകളിലുള്ള വെള്ളങ്ങളൊന്നും കുടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കും. അപ്പോൾ അത്രയും വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന സമകാലികമായ ആ ഒരു പ്രവർത്തനം NGI മുന്നോട്ട് കൊണ്ട് നടക്കുകയാണ്. അത് സാന്ത്യം സ്വമാര്യം എന്ന് പറയുന്ന ആ ഒരു അധിനിവേശത്തിനെതിരായിട്ട്. അതേപോലെ തന്നെയാണ് നമുക്കറിയാം സെന്ന, ഇപ്പോൾ ജാബിറിനൊക്കെ നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. വയനാട് കേന്ദ്രീകരിച്ച് ഇന്ന്
സെന്നയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കുന്നതും ഇതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ഈ ചെടിക്ക് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഏകദേശം ഒരു വയനാട് ഫോറസ്റ്റിന്റെയൊക്കെ 48% വനപ്രദേശങ്ങളിലും ഇതിന്റെ വളരെ സജീവ സാന്നിധ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സെന്ന ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പതി കേന്ദ്രീകരിച്ചാണ് സെന്നയുടെ റിമൂവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതിയിലും ഇതുപോലെ വലിയ വ്യാപകമല്ലെങ്കിൽ പോലും എന്നാൽ ഒരു 10-30 വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം. ഒരു എണ്ണിയെടുത്തപ്പോൾ ഒരു 500-ൽ പരം മരങ്ങളായിട്ട് തന്നെ സെന്ന മരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ സെന്ന റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ NGA എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലെ ഒരു വലിയ ദുഃഖകരമായ അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഗവൺമെന്റ് തലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിതിന്റെ മെത്തഡോളജി ഇതെങ്ങനെയാണ് ഒരു ശാസ്ത്രീയമായി കൃത്യമായിട്ട് നമുക്ക് അതിനെ റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നും ആർക്കും വ്യക്തമല്ല എന്നുള്ളതാണ്. എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഐഡിയോളജി വെച്ചുകൊണ്ട് പരീക്ഷണങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എന്തായാലും നമുക്കത് ഈ പ്രകൃതിയിൽ നിന്നും എടുത്ത് മാറ്റിയേ തീരൂ. കാരണം സെന്ന എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, വേലിത്തറി പോലത്തെ ഒരു സാധനമാണ്. നമ്മളെല്ലാവരും പണ്ട് കാലങ്ങളിൽ നാട്ടുമ്പുറത്ത് വേലിത്തറിയായി വെച്ചിരുന്ന സാധനങ്ങളാണ്. അത് എടുത്ത് മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് കിള്ളി മാറ്റിയാൽ പോലും അതിൽ നിന്ന് ഒന്നിനു പകരം 10 മുളച്ചു പോകുന്ന ഒരു അന്തരീക്ഷം. അത് നെല്ലിയാമ്പതിയിലും ഇന്ന് സജീവമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് ലെൻഡാന എന്ന് പറയുന്ന ഒരവസ്ഥ. അതും വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ കണ്ടത് നെല്ലിയാമ്പതിയെ കുറിച്ച് മാത്രമാണ് കേട്ടോ ഞാനിവിടെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ അനുഭവങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ നെല്ലിയാമ്പതിയില് മാട്ടുമല എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ സ്ഥിരമായിട്ട് പണ്ടും ഒക്കെ ട്രക്ക് ചെയ്യാറും സർവേകാരുടെ ഭാഗമായിട്ടൊക്കെ ഈ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാറുള്ള സാഹചര്യങ്ങൾ വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ ഇന്ന് ശരിക്കും ഗ്രാസ് ലാൻഡ്സിന്റെ ശരിക്കും നേർപകുതിയോളം ഇന്ന് ലെൻഡാന അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയും. മാത്രമല്ല ഇത് ഷോള ഫോറസ്റ്റുകൾ, ഈ പുൽമേടിൽ നിൽക്കുന്ന ഷോള ഫോറസ്റ്റുകളിനെ ശരിക്കും ഞെരുക്കിയെടുത്ത് നമ്മുടെ വാട്ടർ ബാങ്ക്, നമ്മുടെ ഷോള ഫോറസ്റ്റ് ആണല്ലോ നമ്മുടെ പുൽമേടുകളും ഷോള ഫോറസ്റ്റും ആണ് നമ്മുടെ വാട്ടർ ബാങ്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഒരവസ്ഥയെ പൂർണ്ണമായിട്ടും നമുക്ക് വരും കാലങ്ങളിൽ നശിപ്പിക്കാവുന്ന അവസ്ഥയ്ക്ക് ആ ഒരു രീതിയിലാണ് ലെൻഡാനയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അത് ശരിക്കും നമുക്ക് സസ്യമാണോ അല്ല ഒരു മരമാണോ അല്ല ഒരു വള്ളിപ്പടർപ്പാണോ എന്താന്ന് പറയാൻ പറ്റില്ല. അതിനോട് ചുറ്റി നിൽക്കുന്ന എല്ലാ സസ്യജാലങ്ങളെയും ഈ സംഭവം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. നമ്മളിന്ന് കേൾക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വലിയൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണെന്നാണ്. കാരണം അവർക്കുള്ള ഭക്ഷണമാണ് അവിടെ ഇല്ലാതാകുന്നത്. കാലാകാലങ്ങളായിട്ട് നമ്മളുടെ വന്യജീവികൾ ഭക്ഷിച്ചിരുന്ന ഈ വക സാധനങ്ങളൊന്നും അവിടെ വളരാതെ ഈ ലെൻഡാന മാത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ അവര് സ്വാഭാവികമായിട്ടും നമ്മുടെ നാടും പ്രദേശങ്ങളിൽ ഇറങ്ങുമെന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. അപ്പൊ ലെൻഡാനയും ഞങ്ങൾ ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി തന്നെ ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടു കൂടി ഇത് മെല്ലെ നമ്മളിലേക്ക് മാറ്റിയെടുക്കാനുള്ള, അത് 1 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ തീരുന്നതായിരിക്കില്ല. എങ്കിൽ പോലും നിഷ്പക്ഷമായ പ്രവർത്തനത്തിലൂടെ ഉറപ്പായിട്ടും നമുക്ക് മാറ്റിയെടുക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ വിപത്താണ് എനിക്കിവിടെ കൂടുതലായിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്തത്. കാരണം നമ്മളെല്ലാവരും പ്രകൃതി സംരക്ഷണം എന്നുള്ള പേരിൽ കുറെ കാര്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനോടും കുറെ കാര്യങ്ങൾ എന്താ പറയുക ഓരോ ദിനങ്ങളിൽ മാത്രം ഒതുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മള് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉള്ള പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ ഉള്ള പ്രകൃതിയിൽ അതിന്റെ തനതായ രീതി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി, നിലനിന്നു പോകുന്നതിന് വേണ്ടി അതിന് സാഹചര്യം ഒരുക്കുന്നതും കൂടി പ്രകൃതി സംരക്ഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് കാട്ടുതീ എന്ന് പറയുന്ന കാര്യം കൂടെ. സെക്കൻഡ് വൺ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാട്ടുതീയിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പാഠപുസ്തകങ്ങളിലൂടെ ആയിരിക്കാം. എങ്ങനെയാണ് കാട്ടുതീ നമ്മൾ സാധാരണ ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അവര് മനസ്സിലാക്കുന്നത് കാട്ടുതീ എന്ന് പറഞ്ഞാൽ മുളകൾ ഒരഞ്ഞുണ്ടാകുന്നു അല്ലെങ്കിൽ പാറക്കഷ്ണം കല്ലുകൾ ഒരഞ്ഞുണ്ടാകുന്നു കാട്ടുതീ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിൽ കാര്യം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചിന്തിച്ചു പോകുന്ന സത്യം. എന്നാൽ
ഒരു 99% സത്യത്തിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാകുന്നത്. മനുഷ്യ നിർബന്ധം തന്നെയാണ് കാട്ടുതീ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെ നല്ലൊരു വിപത്തായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുന്നു അല്ലെങ്കിൽ ഭൂമികുലുക്കം വരുന്നത് പോലെ തന്നെ ഒരു വിപത്തായിട്ട് തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. മനുഷ്യർ ഇത് ഇപ്പോഴും നിയമങ്ങളുടെ ആ ഒരു പഴുത് വെച്ചുകൊണ്ട് ഇതിന് കാരണക്കാരാകുന്നവരെ ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. സത്യത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബോധവൽക്കരണം എന്ന് നടത്തുമ്പോൾ ബോധവൽക്കരണത്തിന്റെ പ്രചാരണമായി മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന തദ്ദേശീയരായ ആൾക്കാർക്ക് ഇപ്പൊ കാട്ടുതീയുടെ സമയമാണല്ലോ, എന്നാലൊന്ന് കൊളുത്തിയേക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്രത്തോളം ലാഘവത്തിൽ അതിനെ കണ്ടുപോരുന്ന ഒരു സാഹചര്യം. രണ്ട്, ഈ പറഞ്ഞ നമ്മുടെ ഉന്നതിയിലുള്ള നമ്മുടെ കാടിന്റെ മക്കൾ ഉൾപ്പെടെ ഇതിനെ കാണുന്നത് സ്വാഭാവികമായ ഒരു രീതിയാണെന്നും ഇത് ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ ചാരം, അത് മരങ്ങൾ കത്തിയുണ്ടാകുന്ന ചാരം താഴെയുള്ള കർഷകർക്കും അവർക്കും ഗുണകരമാണ് എന്നുള്ള മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്ത കൊണ്ട് മാത്രമാണ് അത് അങ്ങനെ കാണുന്നത്. യഥാർത്ഥത്തിൽ കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാം. നമുക്കിപ്പോ നമ്മുടെ എന്താ പറയാ പുഴയിലെ മണല് അല്ലെങ്കിൽ നമ്മള് കടൽ ഭാഗത്തുള്ള മണല് നമ്മൾ എടുത്തു നോക്കിയാൽ അതിന് ഓരോ മണൽ നമ്മൾ ഒട്ടിപ്പിടിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ ഈർപ്പാവസ്ഥയും അതുപോലെ തന്നെ എലാസ്റ്റിസിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇതുപോലെ തന്നെയാണ് കാടിനകത്ത് ഈ കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പ്രവർത്തനമായിട്ടൊക്കെ ആ സമയങ്ങൾ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് പാറയിൽ മണ്ണ് ഒട്ടിപ്പിടിക്കാത്ത സാഹചര്യമുണ്ട്. അതിന് കാരണം ഈ കാട്ടുതീ ഉണ്ടായത് തന്നെയാണ്. അവിടെ ആ പാറയുമായിട്ട് ചൂടുണ്ടാകുമ്പോൾ ആ മണ്ണിലെ ആ എല്ലാ എന്താ പറയാ ജലാംശങ്ങളെല്ലാം ഇല്ലാതാകുകയും അത് ഊർന്ന് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് എത്രത്തോളം നമ്മുടെ വന്യമൃഗങ്ങളാണ് അതിൽ നശിച്ചു പോണത് അല്ലെങ്കിൽ ഇഴജന്തുക്കളാണ് നശിച്ചു പോകുന്നത്, ആ എക്കോസിസ്റ്റത്തിനെ എത്രത്തോളമാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമ്മളത് നേരിട്ട് കണ്ടു മനസ്സിലാക്കുമ്പോൾ ആ അനുഭവം വളരെ വലുതാണ്. സത്യത്തിൽ ആ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും കമ്പ്യൂട്ടർ ലീവ്, എൻ്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ ലീവ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. അത്രത്തോളം തീവ്രമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു വനമേഖല, അതായത് നമ്മുടെ കോയമ്പത്തൂരുള്ള മരുതമലയ്ക്ക് മേലുള്ള ഒരു വനമേഖല ഞങ്ങൾ പെരുമാൾമുടി, നിങ്ങൾ ട്രക്കിംഗ് സ്പോട്ട് എന്ന് പറയുമ്പോൾ പെരുമാൾമുടി, ആ പെരുമാൾമുടി പ്രദേശത്ത് ഞങ്ങളൊരു 5 പേര് മാത്രം, അവിടുത്തെ കാട്ടുതീ വളരെ വ്യാപകമായി. അപ്പൊ ഞങ്ങൾ 5 പേര് മാത്രം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു സാഹചര്യത്തിൽ അവിടെ പോണ്ടി വന്നു, അവർ ആവശ്യപ്പെട്ടതനുസരിച്ച്. അങ്ങനെ ഞങ്ങൾ മേലോട്ട് കയറുമ്പോൾ തീ അവിടെ നിന്ന് മേലിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അവർ മേളിൽ നിന്നാണ് എന്നെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താഴെ നിന്ന് മേളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അന്ന് കണ്ടതൊക്കെ ശരിക്കും മനസ്സൊരുക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ഇറക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. പക്ഷെ ഒരു കൃത്യമായ സമയത്തിനകത്ത് നമ്മളുടെ ഇവിടെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്കതിനെ കൗണ്ടർ ഫയർ കൊടുത്ത് ആ തീ താഴോട്ട് വരാതെ ഞങ്ങൾക്ക് അന്ന് തടയാനായിട്ട് ഒരുപാട് ഹെക്ടർ വനഭൂമി നമുക്കന്ന് സംരക്ഷിക്കാനുമായിട്ടും കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് തമിഴ്നാട് ഗവൺമെന്റിന്റെ അവാർഡും നമുക്ക് കിട്ടുകയുണ്ടായി ഈ കാട്ടുതീക്കെതിരെയുള്ള ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. അങ്ങനെ കാട്ടുതീ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ചെറിയൊരു അറിവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയായിട്ടോ കാണരുത്. ഇത് വലിയൊരു വിപത്ത് ഉണ്ടാക്കുന്നു. ആ വിപത്തിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പല ഉരുൾപൊട്ടലുകളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഡിസാസ്റ്റർ വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു ഭാഗവാക്ക് ഈ കാട്ടുതീ എന്നുള്ള ഒരു വലിയ വിപത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ പ്ലാസ്റ്റിക് ക്ലീനിങ് പ്രോഗ്രാംസ് ആണ്. ഞങ്ങൾ 2016 മുതൽ തന്നെ അതിൻ്റെ പിന്നിലുണ്ട്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് എന്ന അതിൻ്റെ വിപത്തുകളൊന്നും ഇനി ഞാൻ ഇതിലൂടെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അതിൻ്റെ അറിവാളികളാണ്, നമ്മളതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരാണ്. ഇന്ന് ഈ കൂടിയിരിക്കുന്നവരെല്ലാവരും അതിനെ എന്താ പറയുക, അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ പ്ലാസ്റ്റിക് ക്ലീനിങ് പ്രോഗ്രാമുകൾ നമ്മൾ നടത്തുമ്പോൾ ഞങ്ങൾ വനത്തിനകത്ത് കണ്ടിരുന്ന കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറയാം. ഈ വനത്തിനകത്ത് നമ്മൾ ഈ അരുവികൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ മഴയ്ക്ക് മുന്നായിട്ട് നമ്മൾ ക്ലീനിങ് നടത്താറുണ്ട്. ആ സമയത്ത് കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ ബ്രഷ് വുഡ് ചെക്ക് ഡാം, നമ്മൾ വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് വേണ്ടി ബ്രഷ് വുഡ് ചെക്ക് ഡാം പണിയാനായിട്ട് കാടിനകത്ത് ഈ അരുവികൾക്കുള്ള സഞ്ചരിക്കുമ്പോൾ കണ്ടത്, ഒരു പ്രദേശത്തെത്തിയപ്പോൾ നമ്മൾ ഡാം അത് പഴയ മരച്ചെടികൾ വെച്ച് ഡാമുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത്
ഈ പ്ലാസ്റ്റിക്കിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ഫീല് കിട്ടും. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഭാഗം മേളിൽ മണ്ണ് തന്നെയാണ്, മണ്ണുണ്ട്, അതിന്മേലെ ഇലകളും മറ്റേ വള്ളിപ്പടപ്പുകളൊക്കെ കിടപ്പുണ്ട്. എങ്കിൽ പോലും നമ്മൾ നിൽക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിൽക്കുന്ന ഒരു പ്രതീതി. ഞങ്ങൾ അതിനെ തോണ്ടി നോക്കി. അവിടെ ആ ഭാഗം തോണ്ടി നോക്കിയപ്പോൾ കണ്ടത് താഴെ വലിയൊരു ലെയർ, ഒരു പാറക്കെട്ടിനകത്ത് വലിയൊരു ലെയർ നമ്മുടെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് ബോട്ടിൽസും വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം എപ്പോഴേക്കോ ഒഴുകി വന്ന ചെറിയ വെള്ളത്തിൽ ബാക്കിയുള്ള മണ്ണും മറ്റുമൊക്കെ വന്ന് അതിന്റെ മേളില് ശരിക്കും ഒരു ലെയർ ആയിട്ട് സ്ഥാപിക്കപ്പെട്ടിരുന്നു. അപ്പൊ മനസ്സിലാക്കുന്നത് ഇനി വരുന്ന മഴയ്ക്ക് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് വെച്ചാൽ, ആ വെള്ളം വന്ന് നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്ലാസ്റ്റിക്കും അതിന് മേൽ കിടക്കുന്ന ഈ മണ്ണും ചെളികളും എല്ലാം കൂടെ പൊങ്ങി വരികയും, ആ പൊങ്ങി വരുന്നത് വലിയ പാറകളെ തള്ളി നീക്കി കഴിഞ്ഞാൽ താഴെ ഉണ്ടാവാൻ പോകുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്ന എന്താ പറയുക, ഇപ്പോൾ വയനാട്ടിലൊക്കെ ഉണ്ടായ പോലെ വെള്ളപ്പൊക്കമോ അത് എന്താ പറയുക അതായിരിക്കും, ലാൻഡ്സ്കേപ്പും മറ്റൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത്ര വലിയൊരു സംഭവ വികാസം ഉണ്ടാവാനായിട്ട് ഈ ഒരു ചെറിയൊരു കാരണം വലിയൊരു കാര്യമായിട്ട് മാറുന്നു. ഞാനത് എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഇത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും ഈ കാടുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്, ഇപ്പൊ നെല്ലിയാമ്പതിയിൽ നമ്മൾ അന്ന് കാലത്ത് എടുക്കുന്ന സമയത്ത് 100, 150, 200 ചാക്കുകൾ വരെ കിട്ടിയ ക്യാമ്പുകളുണ്ട് നമുക്ക്. അതിൽ നിന്ന് ഇപ്പോൾ നിത്യമായിട്ടുള്ള വർക്കുകൾ മാത്രമേ നമുക്ക് അതിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് ശരിക്കും കിട്ടുന്നത് 20 ചാക്ക് 25 ചാക്ക് വേസ്റ്റുകളാണ് നമുക്ക് നെല്ലിയാമ്പതിയിൽ സ്ഥിരമായി ചെയ്യുന്ന ഭാഗങ്ങളിൽ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും മാറിയിട്ടുണ്ട്. ഇപ്പോ നമ്മള് ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ടൂറിസം മിഷനുമായി ചേർന്നുകൊണ്ട് നമുക്ക് അവിടെ ഒരു കോടതി വിധി സമ്പാദിക്കാനായിട്ടും കഴിഞ്ഞു. ഹൈക്കോടതിയുടെ വിധി ഉണ്ടായി, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് പൂർണ്ണമായി നിർത്തലാക്കണം എന്നുള്ളത്. പക്ഷെ അതിന് പ്രാബല്യത്തിൽ വരുന്നേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കതൊരു സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ വന്യമൃഗങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഈ പ്ലാസ്റ്റിക് വേസ്റ്റിനെക്കാളും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില്ലി ബോട്ടിൽസ് ആണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് കിട്ടുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കിട്ടുന്ന അതേ അളവിൽ തന്നെ ചില്ല് ബോട്ടിലുകളും കിട്ടുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സങ്കടമാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പ്രകൃതി പ്രവർത്തനം അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനം എന്നുള്ളത് നമ്മളെ ചില ദിവസങ്ങളിലോ അല്ലെങ്കിൽ ചില നിമിഷങ്ങളിലോ മാത്രമായി ഒതുക്കാതെ നമ്മളെ ദിനചര്യകളിലൂടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും തന്നെ അതൊരു സ്വഭാവമായിട്ട് രൂപപ്പെടണം. നമ്മളെ എല്ലാവരും ഇനി ഇൻഡിവിജ്വലായി ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഇനി വലിയ ഗ്രൂപ്പുകളായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം പ്ലാസ്റ്റിക് ഒരിക്കലും ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് പൂർണ്ണമായും നിർത്തും എന്നുള്ള ഒരു വിശ്വാസം സത്യത്തിൽ ഞാൻ കാണുന്നില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇതിനെ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായി ഒഴിവാക്കാനും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാനും നമുക്ക് പൂർണ്ണമായിട്ടും കഴിയും. അത് വരും തലമുറയിലേക്ക് നമ്മളെ പ്രകൃതിയെ കൊണ്ടെത്തിക്കണം, ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക് നമുക്ക് പ്രകൃതിയെ ഇതേപോലെ തന്നെ കൈമാറണം എന്നുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥ വെച്ച് ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെ ഇനി നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള നിങ്ങളുടേതായ സജഷൻസുകളും അറിവുകളും കൂടി ഇതിൽ ചർച്ചാ വിഷയം ആവണം. അത് നമ്മളെല്ലാവരുടെയും പ്രകൃതി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അത് വലിയൊരു മുതൽക്കൂട്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയം ഓക്കെ, ഏകദേശം സമയം എത്തിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഇന്ററാക്ഷൻ സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആഷിഖ് ഭായിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഇനി നമുക്ക് നമ്മൾ വ്യക്തമായി സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പ്രകൃതി സംരക്ഷണത്തിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ സാറിൽ നിന്നും കേട്ടറിഞ്ഞു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആശയങ്ങൾ പങ്കുവെക്കാനോ അല്ലെങ്കിൽ സാറിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് വിനിയോഗിക്കാം.
സാർ മ്യൂട്ടാണ് സാർ. ആക്ച്വലി ഞാൻ മലമ്പുഴയിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെയൊക്കെ വീഡിയോസും ഇതൊക്കെ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഇന്ററാക്ഷൻ ആയിരിക്കും കൂടുതൽ കുറച്ചുകൂടി എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് കിടക്കാം. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം സാറിനോട്. കാരണം ഇതൊരു ഞാനൊരു ക്ലാസ് ആയിട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ് ആയിട്ട് എടുക്കാൻ മാത്രമായിട്ടുള്ള ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. കാരണം അത് എന്താ പറയുക, നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള ഒരു അവബോധമാണ്, നമ്മൾ അറിവ് കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള അവബോധമാണ്, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ അവതരിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് നമ്മൾ ഇതുമായി പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ ചോദ്യങ്ങളാണ് നമുക്ക് ആവശ്യം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അറിവുകളും കൂടെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലെൻഡാന അല്ലെങ്കിൽ സെന്ന ഇതൊക്കെ റിമൂവ് ചെയ്യുന്നതിൻ്റെ മെത്തഡോളജിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്നെങ്കിൽ ദയവ് ചെയ്ത് അത് ഞങ്ങളും കൂടെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. കാരണം അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ഇപ്പോഴും പരീക്ഷണത്തിലാണ് ആ വിഷയങ്ങളിലെല്ലാം. ചോദ്യങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒന്ന് കാണാം നമുക്ക്. ഓക്കെ സാർ, അത് പ്ലേ ചെയ്തോളൂ സാർ. ഇതാണ് നമ്മൾ മലമ്പുഴയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളാണ്. ഈ സാന്ത്യം സ്വമാര്യത്തിന്റെ പിക്ചേഴ്സാണ് ഇപ്പോൾ കാണുന്നത്. താഴെ കാണുന്ന ആ മുള്ള് ഉള്ള ചെടിയാണ് ശരിക്കും സാന്ത്യം സ്വമാരി എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും. വളരെ വ്യാപകമായി നിങ്ങൾ ഈ കാണുന്ന പച്ച നിറത്തിലുള്ള സ്ഥലം ഫുള്ള്, പച്ച നിറത്തിൽ കാണുന്ന എല്ലാം തന്നെ ഈ സാന്ത്യം സ്വമാര്യത്തിന്റെ ഭാഗമാണ്. ഇതൊരു സ്റ്റഡിയാണ് നടത്തിയത്. ഞാൻ ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. ഇത് നമ്മുടെ സെന്ന റിമൂവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരാൾ കത്തി വെച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടാൽ അറിയാം. ആ മരം വെട്ടിയതിന് ശേഷം അതിന് ചുറ്റും വന്നിരുന്ന ചെടികളുടെ വീണ്ടും മുളച്ചു പൊങ്ങുന്ന ഒരു അവസ്ഥയാണ് അത് കാണുന്നത്. ഇത് നമ്മുടെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പെരുമാൾമുടിയിൽ നമ്മൾ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായികളായിട്ട് പോയ ആ ടീമാണ് നിങ്ങൾ മേളിൽ കാണുന്നത്. അട്ടപ്പാടി മേഖലകളിലും നമ്മൾ അട്ടപ്പാടി ചുരവും നമ്മൾ ഇതേപോലെ തന്നെ നെല്ലിയാമ്പതി പോലെ തന്നെ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ മേഖലയാണ് അട്ടപ്പാടി. അതുപോലെ തന്നെ ഇപ്പോൾ ചിന്നാറ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസാണിത്. നമ്മൾ നെല്ലിയാമ്പതിയിലെ കുട്ടികൾക്കുള്ള സ്റ്റഡി ക്യാമ്പ് കൊടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ്. ഏകദേശം നമ്മളിന്ന് ഒരു 45 ടണ്ണോളം പ്ലാസ്റ്റിക് വേസ്റ്റ് നെല്ലിയാമ്പതിയിൽ തന്നെ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ശരിക്കും അതെല്ലാം കൂടി ഇടുവാണെങ്കിൽ വലിയൊരു എന്താ പറയുക മല പോലെ തന്നെ ആയിരിക്കും. അത്രത്തോളം വേസ്റ്റ് നമുക്ക് എടുത്തു മാറ്റാൻ കഴിഞ്ഞു. അതെല്ലാം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, സ്ഥിരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നതാണ്. ഏകദേശം ഒരു 100-ൽ പരം, എനിക്ക് തോന്നുന്നു 112ഓളം കുട്ടികൾക്കുള്ള ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം തന്നെ വളണ്ടിയേഴ്സ് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം ഈ ക്യാമ്പിന് വരുന്നവരെ പിന്നീട് ഒരിക്കലും അവരുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് എന്താ പറയുക വലിച്ചെറിയില്ല എന്നുള്ളൊരു സത്യം. അത് വലിയ ഒരു ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് എടുത്തു പറയാനുള്ളത്.
യെസ്, അപ്പം നമുക്ക് ബാക്കിയായിരിക്കും സംശയ സെക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. സാർ ഒരു കാര്യം, എൻ്റെ പേര് ആഷിഖ് എന്നാണ്. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നത്. പറഞ്ഞോളൂ. പലപ്പോഴും നമുക്കറിയാലോ സാർ, ഇത് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ എന്നതിലുപരി നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ കുട്ടികള് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളുടെയൊക്കെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതുപോലെ ക്യാമ്പുകളും അതുപോലെ ഈ നേച്ചർ വാക്കുകളും ഒക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അത് ഫലപ്രദമായിട്ട് വരുന്നുണ്ടോ നിലവിൽ? എന്താണ് സാറിന്റെ ആ ഒരു കാഴ്ചപ്പാട്? പണ്ടത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് മെച്ചപ്പെട്ടു, അങ്ങനെ തന്നെ പറയണം. കാരണം അന്ന് പണ്ട് നമ്മളിങ്ങനെ ക്യാമ്പുകളോ മറ്റോ ഒക്കെ ആയിട്ട് നമ്മൾ സ്കൂളുകളെ സമീപിക്കുമ്പോൾ, കോളേജുകളെ സമീപിക്കുമ്പോൾ അവർക്കൊക്കെ വലിയ മടിയായിരുന്നു. കാടിനകത്ത് കുട്ടികളെ കൊണ്ടുവരുന്നത് എങ്ങനെ, അവർക്ക് ഇവിടെ വന്നാൽ അവർ ശരിക്കും ഒരു ടൂർ വരുന്ന പ്രതീതിയിലാണ് നമ്മളോട് ക്യാമ്പ് സംഘടിപ്പിക്കാനായിട്ട് പറയാറ്. പക്ഷെ ഇന്ന് അതല്ല സത്യത്തിൽ. ഇന്നത് മാറ്റം വന്നിരിക്കുന്നു. കുറച്ചുകൂടി അറിവുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഈ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടീച്ചേഴ്സ് വന്നു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഗവൺമെന്റ് തലത്തിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ക്യാമ്പുകൾ നടത്താനായിട്ട് ഒരുപാട് സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നെല്ലിയാമ്പതി കേന്ദ്രീകരിച്ച് തന്നെ നമുക്ക് ഇതിന്റെ ട്രെയിനിങ് സെഷന് മാത്രമായിട്ട് ഒരു ട്രെയിനിങ് കോംപ്ലക്സ് തന്നെ നമ്മൾ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് തലത്തിൽ സത്യത്തിൽ നല്ലൊരു സപ്പോർട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുതൽക്കൂട്ടാവുന്നുണ്ട്. അത് ഗവൺമെന്റ് ഏജൻസിയാണ്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഇതിനൊരു മുതൽക്കൂട്ടാവുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അത് നല്ല പോസിറ്റീവായ ഒരു അപ്രോച്ച് തന്നെയാണെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ കാര്യത്തിൽ പറയാനുള്ളത്. ആഷിഖ് ഭായ്, കേൾക്കാമോ? ഓക്കെ സാർ, കേൾക്കാം സാർ. ഇനി നമുക്ക് ചോദ്യങ്ങൾ വരാത്ത സ്ഥിതിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിച്ചാലോ? യെസ്, അതെ. ഓക്കെ. ഇതുവരെ നമുക്ക് പലപ്പോഴും നമ്മൾ അക്കാഡമിക്കലി എടുക്കുന്ന സെഷൻസിനേക്കാളും അനുഭവത്തിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് കുറച്ചുകൂടി മീനിങ്ഫുള്ളും അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സിമ്പിളി സാറിന്റെ അനുഭവത്തിൽ നിന്നും സാറ് നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവർക്കും അത് ഉപയോഗപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലോടൊപ്പം നമുക്ക് ഇനിയും ഇതുപോലെ പ്രകൃതി സംരക്ഷണ യജ്ഞങ്ങൾ, അത് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിനും സാറിന്റെ സേവനം നമുക്ക് ഒപ്പം സാറിനോട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കട്ടെ. സാറിന്റെ കോൺടാക്ട് നമ്പർ ആരോ ഇതിനിടയ്ക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു. അത് സാറ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് അത് നൽകിയിരുന്നെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെട്ടേനെ. സോ ഇത്രയും നേരം നമുക്ക് വളരെ മീനിങ്ഫുള്ളി അല്ലെങ്കിൽ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ക്ലാസ് എടുത്ത സാറിന് എൻവയോൺമെന്റൽ ഹ്യൂമാനിറ്റി ഫൗണ്ടേഷന്റെ സംഘാടകൻ എന്ന രീതിയിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.